ഞാൻ മറൈൻ ഡ്രൈവിൽ വന്നിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പഴയ ഒരു യാത്രയുടെ കഥ ഞാൻ നിങ്ങളോട് പറയാമെന്ന് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്. 2023 ഏപ്രിലാണ് ഞാൻ ആദ്യമായിട്ട് തായ്ലൻഡിലേക്ക് പോകുന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പായിരുന്നു. എനിക്ക് കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഒരു വിദേശ യാത്ര പോകണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ വിദേശ യാത്ര പോകണമെന്ന് ഇങ്ങനെ മനസ്സിലിങ്ങനെ ആഗ്രഹിച്ച് ഒരു ദിവസം അതിനുള്ള ഒരു അവസരം വന്ന് കിട്ടി. ഒരു ദിവസം ഞാനും എൻ്റെ മാനേജറും കൂടെ ഒരു ദിവസം ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ട്രാവലിങ്ങിനോട് പാഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് റീൽസൊക്കെ അയച്ചു തരും. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ എന്തോ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളെനിക്കൊരു തായ്ലൻഡിൻ്റെ എന്തോ ബീച്ചിൻ്റെ ഫിഫി ഐലൻഡ്സിൻ്റെ ഒരു റീൽസ് അയച്ചു തന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് കണ്ടിട്ട് ചോദിച്ചു, മാഡം ഞാൻ തായ്ലൻഡിൽ പൊക്കോട്ടെ? ഇത് റെസ്പോൺസ് വാസ് സ്പോണ്ടേനിയസ് എന്ന് പറയുന്നത് പോലെ നീ പൊക്കോ. കാരണം എനിക്ക് ആ സമയത്ത് കുറച്ച് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് റിക്കവർ ആകാൻ വേണ്ടിയിട്ട് ഓക്കെ നീ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഞാൻ നേരെ വീട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്തു, തായ്ലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. ആദ്യമായിട്ട് ഞാൻ അന്വേഷിച്ചത് തായ്ലൻഡിലേക്ക് വിസ വേണോ എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് 2023 തായ്ലൻഡിൽ ഇന്ത്യക്കാർക്ക് പോകാൻ വേണ്ടിയിട്ട് വിസ ആവശ്യം ഉണ്ടായിരുന്നില്ല, വിസയുടെ റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഓക്കെ ആ പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് എത്രയാവും, അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ ഫ്ലൈറ്റ് കിട്ടും എന്നുള്ളതാണ്. അപ്പം ഞാൻ അന്വേഷിച്ചപ്പം ഞാൻ കുറേ യൂട്യൂബ് വ്ളോഗുകളിലൊക്കെ പോയി സെർച്ച് ചെയ്തു. അപ്പോൾ എനിക്കറിയാൻ സാധിച്ചത് മോസ്റ്റ്ലി തായ്ലൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഓക്കെ എവിടെയാണ് നിങ്ങൾ ട്രിപ്പ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും ഓക്കെ തായ്ലൻഡിലേക്കാണെന്ന് പറയുമ്പോൾ ഒരു ആളുകൾക്കൊരു ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് തായ്ലൻഡിനെ പറ്റി. നിങ്ങൾ തായ്ലൻഡ് പോകുന്നത് വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ചിന്ത. അപ്പം എല്ലാവരും പോകുന്നൊരു സ്ഥലം മെയിൻലി ബാങ്കോക്ക്, പട്ടായ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ്. അപ്പോൾ ഞാനൊന്ന് മാറ്റി ചിന്തിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഫുക്കറ്റ് എന്ന് പറഞ്ഞിട്ട് മനോഹരമായിട്ടുള്ളൊരു ഐലൻഡ് ഉണ്ട് തായ്ലൻഡിൻ്റെ ഏറ്റവും സൗത്തായിട്ടുള്ള ഒരു ഐലൻഡാണ് ഫുക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്നാൽ പിന്നെ ഫുക്കറ്റിലേക്ക് പോയേക്കാം എന്ന് തീരുമാനിച്ചു. പണ്ട് ഞാൻ ഈ സഞ്ചാരത്തിൽ കണ്ടിട്ടുണ്ട് സന്തോഷ് ജോർജ് കുളങ്ങര സാറ് ഫുക്കറ്റിലേക്ക് പോകുന്ന ആ ഒരു എപ്പിസോഡുകളൊക്കെ, അത് യൂട്യൂബിൽ അവൈലബിൾ ആയിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ അങ്ങനെ ആ സമയത്ത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഫുക്കറ്റിൽ പോകണം എന്നുള്ളത്. പക്ഷേ ഫുക്കറ്റ് പൊതുവെ തായ്ലൻഡിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. കാരണം അതൊരു ഒരു ഐലൻഡാണ്. അവിടെ ഫുക്കറ്റ് ഭയങ്കര എക്സ്പെൻസീവാണ് മറ്റുള്ള സിറ്റികളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ എന്തായാലും ഫുക്കറ്റ് തന്നെ പോകാൻ വേണ്ടി തീരുമാനിച്ചു. നോർമലി ആളുകൾ പോകുന്ന ഒരു സ്ഥലത്തേക്ക് പോകണ്ട, ഫുക്കറ്റിലേക്ക് തന്നെ പോവാം, അതാകുമ്പോൾ ഒരു വെറൈറ്റി ആയിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ ഫുക്കറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ അന്വേഷിച്ചു എങ്ങനെ അവിടെ എത്തിപ്പെടാം, എവിടെ നിന്നൊക്കെ ഫ്ലൈറ്റ് കിട്ടും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാനിങ്ങനെ ഫ്ലൈറ്റ് തപ്പി നടക്കുന്ന സമയത്ത് മിഗ്മ ട്രിപ്പിൽ ഞാൻ ഫ്ലൈറ്റിൻ്റെ റേറ്റുകളൊക്കെ നോക്കി. എനിക്ക് തോന്നുന്നു അപ്പ് ആൻഡ് ഡൗൺ ഒരു 32,000 റുപ്പീസാണ് കേരളത്തിൽ നിന്ന് ഫുക്കറ്റിലേക്ക് പോയി വരാനായിട്ടുണ്ടാവുക. ഇപ്പോൾ നമുക്ക് പോവുകയാണെങ്കിൽ 2025 ബാംഗ്ലൂരിൽ നിന്നും ക്രാബിയിലേക്ക്, ഫുക്കറ്റിനടുത്തുള്ള ഒരു പ്രദേശമാണ് ഒരു ക്രാബി എന്ന് പറയുന്നത്. അത് തായ്ലൻഡിൻ്റെ മെയിൻ ലാൻഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ക്രാബി. ബാംഗ്ലൂരിൽ നിന്ന് 7,000 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്രാബിയിലേക്ക് ഫ്ലൈറ്റ് കിട്ടും. അപ്പോൾ ഓക്കെ ക്രാബിയല്ല, ഞാൻ ഫുക്കറ്റാണ് ചൂസ് ചെയ്തത്. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൊച്ചിയിൽ നിന്നാണ് പോകാൻ പറ്റുക. അപ്പോൾ ഞാൻ കൊച്ചിയിൽ നിന്ന് നേരെ എൻ്റെ ഫ്ലൈറ്റിൻ്റെ റൂട്ട് നോക്കി. കൊച്ചിയിൽ നിന്ന് നേരെ മലേഷ്യയിലെ കാലലംപൂറിൽ നിന്ന് ഫുക്കറ്റിലേക്ക്, അങ്ങനെയാണ് എൻ്റെ ഫ്ലൈറ്റ് കണക്ഷൻ വരുന്നത്. എനിക്ക് കുറച്ച് ഒരു 6 മണിക്കൂർ എന്തോ ലേ ഓവർ ഉണ്ടായിരുന്നു മലേഷ്യയിലെ കാലലംപൂറിൽ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. ഞാൻ അത്യാവശ്യം നല്ല റേറ്റൊക്കെ നോക്കി ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. എയർ ഏഷ്യയുടെ ഫ്ലൈറ്റാണ് ബുക്ക് ചെയ്തത്. വിസ വേണ്ട. പിന്നെ എന്താ നമുക്ക് വേണ്ടത്, അവിടെ പോയിട്ട് നമുക്ക് ലോക്കലായിട്ട് അവിടുത്തെ ടൂറുകളിലേക്കൊക്കെ പോകണം. അപ്പോൾ ഞാനൊരു പാക്കേജ് എടുത്താലോ എന്ന് ആലോചിച്ചു. പക്ഷേ ഒരിക്കലും ഞാനൊരു സോളോ ട്രാവലറാണ്. അപ്പോൾ ഒരിക്കലും സോളോ ട്രാവലേഴ്സ് ഒരു പാക്കേജിൻ്റെ ആ ഒരു കംഫർട്ടിൽ പോകാൻ പാടില്ല എന്നുള്ളൊരു ഇതുണ്ട്, എനിക്കുണ്ട്, ഒരു നിർബന്ധം എനിക്കുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ ഞാൻ വേറെ ഒന്നും പ്ലാൻ ചെയ്തില്ല. അതായത് ആദ്യമായിട്ടൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ ഒന്നും പ്ലാൻ ചെയ്യാതെ പോയാൽ എന്താകും എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതവിടെ നിൽക്കട്ടെ, പേടി അവിടെ നിൽക്കട്ടെ, എന്തായാലും പോയേക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പിന്നെ നമുക്ക് വേണ്ടത് കറൻസിയാണ്. അപ്പം എത്രത്തോളം കറൻസി നമുക്ക് ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു ഏകദേശം ഇന്ത്യൻ മണി ഒരു 50,000 രൂപ തായ് ബാത്തിലേക്ക് കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതായത് ഒരു തായ് ബാത്ത് എന്ന് പറയുമ്പോൾ 2.5 ഇന്ത്യൻ റുപ്പീസാണ് വരുന്നത്, 2.5 രൂപയാണ് വരുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ തായ്ലൻഡ് യാത്രയുടെ സ്വപ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്.
അപ്പോൾ നെക്സ്റ്റ് വീക്ക് പോകണം, ഒരു കുറച്ച് സമയമുണ്ട്. പക്ഷേ എനിക്ക് ടെൻഷനാണ്, ആദ്യമായിട്ട് പോകും, എനിക്ക് എയർപോർട്ടിൽ പോകാൻ എനിക്കറിയില്ല, ഇമിഗ്രേഷൻ ഇതൊന്നും എനിക്കറിയില്ല. ഞാനൊരു ഫ്ലൈറ്റ് യാത്ര നടത്തിയിട്ടില്ല. എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്രയും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ട്രിപ്പും ആയിരുന്നു ഈ ഫുക്കറ്റിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. അങ്ങനെ ആ ദിവസം വന്നെത്തി. ഞാൻ എൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്തു. 7 കിലോയിൽ താഴെയുള്ളൂ എന്ന് ഉറപ്പ് വരുത്തി. കാരണം എനിക്ക് അതിൽ കൂടുതൽ ബാഗേജ് കൊണ്ടുപോകേണ്ട കാര്യമില്ല. കാരണം നമ്മളൊരു സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോൾ ഏറ്റവും മിനിമലായിട്ട് യാത്ര പോകണം എന്നുള്ളൊരു നിർബന്ധക്കാരനാണ് ഞാൻ. ഏറ്റവും മിനിമലായിട്ട് പോവുക, അത്യാവശ്യം പാക്കേജ് ഒന്നും ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, സ്ഥലങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പോവുക, അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ട്രാവൽ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരെ രാവിലെ ഒരു ദിവസം ഞാൻ വർക്ക് ചെയ്യുന്നത് ഉപ്പുതറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഉപ്പുതറയിൽ ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത് ആ സമയത്ത് 2023. അപ്പോൾ അവിടുന്ന് രാവിലെ ഒരു KSRTC കയറി നേരെ എറണാകുളത്തേക്ക് പോവാണ്. രാവിലെ എന്താ പറയുക, ട്രാവൽ ബാഗൊക്കെ എടുത്ത് നേരെ KSRTCക്ക് കൈ കാണിച്ച് ഓക്കെ എറണാകുളം കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഓക്കെ അവിടുന്ന് നേരെ അങ്കമാലി വന്നു. അങ്കമാലിയിൽ നിന്ന് നേരെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്നു. രാത്രി 10:30 എൻ്റെ ഫ്ലൈറ്റ്. അപ്പം ഞാൻ നേരെ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു, എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി. പിന്നെ അവിടുത്തെ ലോഞ്ച് ആക്സസ് യൂസ് ചെയ്തു. അങ്ങനെ നേരെ എയർ ഏഷ്യയുടെ ഫ്ലൈറ്റിലേക്ക് കോലലംപൂറിലേക്ക് പോവാണ്. അപ്പം ടൈം സോണിൻ്റെ ഡിഫറൻസ് ഒന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം എനിക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഒന്നും. ടൈം സോൺ ഭയങ്കര ഡിഫറൻസ്, അതായത് 2.5 മണിക്കൂർ എങ്ങാണ്ട് പുറയിലാണ് തായ്ലൻഡിലെയോ അല്ലെങ്കിൽ കോലലംപൂറിലേക്ക് സമയം, അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഞാൻ ഫ്ലൈറ്റ് കയറി നേരെ മലേഷ്യയിലെ കോലലംപൂറിലെത്തുന്നു. കോലലംപൂരിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് ഇൻ്റർനാഷണൽ ട്രാൻസിറ്റ് ആണ്, അതായത് ഫുക്കറ്റിലേക്കുള്ള ഫ്ലൈറ്റ് പിടിക്കണം എയർ ഏഷ്യയുടെ. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുക്കറ്റിലേക്കുള്ള ഫ്ലൈറ്റ് ട്രാൻസിറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ കുറേ ആളുകളോടൊക്കെ ചോദിച്ച് അങ്ങനെ കോലലംപൂരിൽ നേരെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഗേറ്റിന് അങ്ങോട്ടേക്ക്. അവിടെ ഒരു 6 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. ഈ 6 മണിക്കൂർ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം എനിക്ക് മലേഷ്യയിൽ ആ സമയത്ത് ഇന്ത്യക്കാർക്ക് പോകാൻ വേണ്ടി വിസ എന്തോ എടുത്തിട്ട് പോകണം. അപ്പോൾ എനിക്ക് മലേഷ്യയിൽ ഇറങ്ങാനും പറ്റത്തില്ല, അതുപോലെ തന്നെ അവിടെ വെയിറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഞാനെന്ത് ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ ഞാൻ എയർപോർട്ടിൽ സംസാരിച്ചപ്പോൾ എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി, ഒരു ഇന്ത്യക്കാരാണ്. ഞങ്ങൾ കുറേ സംസാരിച്ചു, അങ്ങനെ കുറേ എയർപോർട്ട് കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്തു. അങ്ങനെ ഫുക്കറ്റിലേക്കുള്ള ഫ്ലൈറ്റ് പോകേണ്ട സമയത്ത് എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. കാരണം എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്രെഡിറ്റ് കാർഡുണ്ട്, അതുപോലെ തന്നെ തായ് ബാത്ത് പൈസയായിട്ട് കൺവേർട്ട് ചെയ്തതും എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലേഷ്യയിൽ വേറെ കറൻസിയാണ്, മലേഷ്യൻ റിങ്കറ്റ്. അപ്പോൾ റിങ്കറ്റ് എൻ്റെ കയ്യിലില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് ഞാൻ കോഫി വാങ്ങിക്കാൻ നോക്കിയപ്പോൾ ക്രെഡിറ്റ് കാർഡ് വർക്ക് ചെയ്യുന്നില്ല. എനിക്കാണോ നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്തോ എൻ്റെ ഡെബിറ്റ് കാർഡ് എന്തോ ഭാഗ്യത്തിന് വർക്കായി. ഞാൻ അവിടുന്ന് കോഫിയൊക്കെ കുടിച്ച് നേരെ, പക്ഷേ എന്നാലും സ്റ്റിൽ വിശക്കുന്നുണ്ട്, നല്ല വിശപ്പാണ്. കൊച്ചിയിൽ നിന്ന് കഴിച്ചതാണ്, പക്ഷേ ഞാൻ ഫ്ലൈറ്റിൽ ഫുഡൊന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നേരെ എയർ ഏഷ്യയുടെ അടുത്ത ഫ്ലൈറ്റിൽ ഫുക്കറ്റിലേക്ക് കയറുകയാണ്. അപ്പോൾ ഞാൻ വിൻഡോ സീറ്റാണ് എടുത്തിരിക്കുന്നത്, കാരണം എനിക്ക് കാഴ്ചകളൊക്കെ കാണണം. ഞാൻ കേട്ടിട്ടുണ്ട് ഫുക്കറ്റിലെ ഫിഫി ഐലൻഡ്സും അതുപോലെ തന്നെ ജെയിംസ് ബോണ്ട് ഐലൻഡുകളൊക്കെ നമുക്കിങ്ങനെ മുകളിൽ ഫ്ലൈറ്റ് വിൻഡോയിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. വളരെ മനോഹരമായിട്ടുള്ള ദ്വീപ് സമൂഹം, നല്ല വെള്ള മണൽ, അതുപോലെ തന്നെ നല്ല പച്ചയും നീലയും കളറുകൾ കലർന്ന വെള്ളം, ഇതെല്ലാം കൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐലൻഡ്സിൻ്റെ വിഷ്വൽസ് നമുക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ വിൻഡോ സീറ്റാണ് സെലക്ട് ചെയ്തത്. അങ്ങനെ ഞാൻ വിൻഡോ സീറ്റിലൊക്കെ ഇരുന്ന് നൈസായിട്ട് പോവാണ്. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത സീറ്റിൽ 2 തായ്ലൻഡുകാരാണ് ഇരിക്കുന്നത്, 2 ലേഡീസാണ് ഇരിക്കുന്നത്. അപ്പോൾ അവരിൽ ഒരാൾ എന്നോട് ചോദിച്ചു വിൻഡോ സീറ്റ് തരുമോയെന്ന്. അപ്പോൾ ഞാൻ വിൻഡോ സീറ്റ്, ഞാൻ ആദ്യമായിട്ടുള്ള ഇൻ്റർനാഷണൽ യാത്രയാണ്, എനിക്കിത് കാണണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു സോറി, എനിക്ക് കാഴ്ചകളൊക്കെ കാണണം, എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം, അപ്പോൾ എനിക്ക് വിൻഡോ സീറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞു. കാരണം നമ്മൾ പൈസ കൊടുത്ത് വായിക്കുന്നതല്ലേ, നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്ത് വിൻഡോ സീറ്റ് എടുത്താണ് ഞാൻ. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഫ്ലൈറ്റിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവർ ഫുഡൊക്കെ എടുത്ത് നിന്ന് കഴിക്കുകയാണ്. അപ്പോൾ എനിക്കാണ് വിശക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ സൈഡിലിരിക്കുക. അപ്പോൾ അവരിൽ ഒരാൾ പറഞ്ഞിട്ട് എനിക്ക് ഫുഡ് ഓഫർ ചെയ്തു. അപ്പോൾ ഞാനാണ് ദൈവമേ, ഇവർക്ക് ഞാൻ വിൻഡോ സീറ്റ് ചോദിച്ചിട്ട് കൊടുത്തുമില്ല, ഇവർ ഫുഡ് ഓഫർ ചെയ്തിട്ട് ഞാനെങ്ങനെ കഴിക്കുക. ഞാൻ പറഞ്ഞു വേണ്ട, ഇറ്റ്സ് ഓക്കെ, ഐ എം നോട്ട് ഹംഗ്രി, അങ്ങനെ കുറച്ച് പറഞ്ഞു. പക്ഷെ അവർ സമ്മതിക്കുന്നില്ല, അവരെന്നെ നിർബന്ധിച്ച് കഴിപ്പിക്കുക. അവർ നിർബന്ധിച്ച് തന്നിങ്ങനെ കഴിപ്പിക്കുക. അപ്പം ഞാനൊരു ദൈവം അപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞത് തായ്ലൻഡിലെ ആളുകളുടെ ഹോസ്പിറ്റാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അതായത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർ. എനിക്ക് അപ്പോൾ തന്നെ തായ്ലൻഡിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ കിട്ടി. ഓക്കെ, ദിസ് ഈസ് സംതിങ്, ഇങ്ങനെ ആളുകളുടെ ഒക്കെ ഒരു മൈൻഡ്സ്, കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അവരുടെ ഒരു അപ്രോച്ച് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ ഫുക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ഫുക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഞാൻ ആദ്യമായിട്ടും വിമാനം ഇറങ്ങി.
ഞാൻ നേരെ ഇമിഗ്രേഷനിലേക്ക് ചെന്നു. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് ആ സമയത്ത് വിസ ആവശ്യം ഉണ്ടായിരുന്നില്ല. എനിക്കൊന്ന് 2025 തായ്ലൻഡിലേക്ക് യാത്ര ചെയ്യുന്നവരെന്തോ പാസ് എടുത്തിട്ടൊക്കെ പോകണം, ഒരു അറൈവൽ പാസോ അങ്ങനെ എന്തോ എടുത്തിട്ട് പോകണം. പക്ഷേ ആ സമയത്ത് വിസ വേണ്ടിയിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ എയർപോർട്ടിലേക്ക് ഇറങ്ങി ഇമിഗ്രേഷനിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് 10,000 തായ് ബാത്ത്, ഏകദേശം ഒരു 22,000-23,000 ഇന്ത്യൻ റുപ്പീസ് നമ്മൾ ഷോ മണിയായിട്ട് കൈ കരുതണമെന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തു ഓക്കെ അത് നമുക്ക് കാണിക്കേണ്ടി വരും എന്ന് ഓർത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ ഷോ മണിയായിട്ട് കയ്യിൽ ഒരു 10,000 ബാത്ത് ഞാൻ കയ്യിൽ വെച്ചിരുന്നു. പക്ഷേ ഞാൻ ഇമിഗ്രേഷനിൽ ചെന്ന് എൻ്റെ പാസ്പോർട്ട് കൊടുത്തിട്ട് അവരൊന്നും ചോദിച്ചില്ല. അവർ ഹോട്ടൽ ബുക്കിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പാസ്പോർട്ടിന് അവർക്ക് കൊടുത്തപ്പോൾ അവരതെനിക്ക് തിരിച്ചു തന്നു. അവരൊന്നും ചെയ്തില്ല, പാസ്പോർട്ടിൽ സ്റ്റാമ്പ് വെച്ചിട്ട് എന്നോട് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ എന്താ പറയുന്നത്, നമുക്ക് വിസയോ അങ്ങനെ എന്ത് കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. ലൈക്ക് പാസ്പോർട്ടിൽ ജസ്റ്റ് സ്റ്റാമ്പ് അടിച്ച് പൊക്കോളാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ എയർപോർട്ടിന് പുറത്തേക്ക് വന്നു. എയർപോർട്ടിൽ നിന്ന് നമുക്ക് പത്തോങ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. പത്തോങ് ബീച്ചിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ പത്തോങ് ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൻ്റെ, അതായത് ഫുക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങുവാണെങ്കിൽ ഗേറ്റ് നമ്പർ 6 അവിടെ എന്തോ അടുത്ത് നമുക്ക് ഷെയർ ടാക്സി കിട്ടും. ഷെയർ ടാക്സി എന്ന് പറഞ്ഞാൽ ബസ് കിട്ടും. നമ്മളിവിടുന്ന് ലോക്കൽ ബസ് പോലെ അതിന് ഷെയർ ബസ് കിട്ടും. അപ്പോൾ അതിന് നമ്മളൊരു 100, 150 അല്ലെങ്കിൽ 200 ബാത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പത്തോങ്ങിലേക്ക് പോകാം. 200 ബാത്ത് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 450-500 രൂപയാണ് നമ്മുടെ ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പം 200 ബാത്ത് കൊടുത്തിട്ട് നേരെ എന്ത് ചെയ്തു, ആ ബസ്സിൽ കയറിയിട്ട് പത്തോങ് ബീച്ചിന് അങ്ങോട്ട് പോകണം. പത്തോങ് ബീച്ചിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് ആദ്യം കിട്ടിയ ഒരു ഇമ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗോവയിൽ നേരത്തെ പോയിട്ടുണ്ട്. പക്ഷേ ഗോവയുടെ നമ്മൾ ആ ബാഗ ബീച്ചിൻ്റെ സൈഡിലേക്ക് കുറേ കടകളൊക്കെ കാണുമല്ലോ, പക്ഷേ ഗോവയിൽ നമുക്ക് കുറച്ച് വൃത്തിയൊക്കെ കുറവാണ്. പക്ഷേ ഇവിടെ ഫുക്കറ്റ് നല്ല വൃത്തിയാണ്, ആ ഒരു ചെറിയൊരിത്. അപ്പോൾ ഞാനോർത്തു ദൈവം ഇത്രയൊക്കെ ഉള്ളൂ ഫുക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ നേരെ ഞാൻ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോവാണ്. അങ്ങനെ ഹോട്ടലിൽ ചെന്നു, ചെക്ക് ഇൻ ചെയ്തു, എൻ്റെ ബാഗൊക്കെ വെച്ചിട്ട് ഞാൻ നേരെ അപ്പോഴത്തേക്ക് സന്ധ്യയായി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടിപ്പോയി. അതായത് ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് ഭയങ്കര, നമ്മൾ ശരിക്കും പറഞ്ഞാൽ തായ്ലൻഡിൽ നിന്ന് ജസ്റ്റ് യൂട്യൂബിൽ അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ കാണുന്ന വാക്കിംഗ് സ്ട്രീറ്റുകളും അതുപോലെ തന്നെ ലൈറ്റുകളൊക്കെ ഇട്ട റെസ്റ്റോറൻറ്റുകളും ഇതെല്ലാം നേരിൽ കൺമുന്നിൽ കാണുകയാണ്. അതായത് ഭയങ്കര അടിപൊളി, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നൈറ്റ് ലൈഫാണ് നമുക്ക് ഈ ഫുക്കറ്റിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. പട്ടോങ് ബീച്ചിലേക്ക് നമ്മൾ ഇറങ്ങി. അപ്പോൾ ഞാനിങ്ങനെ ബീച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അവിടെ ബംഗ്ലാ വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ട്. അവിടെയാണത് ഭയങ്കര ഒരു ഫേമസ് വാക്കിംഗ് സ്ട്രീറ്റാണ്. പട്ടായയിലൊക്കെയുള്ള വാക്കിംഗ് സ്ട്രീറ്റുകൾ പോലെ തന്നെ ഫുക്കറ്റിലുള്ള ഒരു വാക്കിംഗ് സ്ട്രീറ്റാണ് ബംഗ്ലാ സ്ട്രീറ്റ്. അപ്പോൾ ബംഗ്ലാ സ്ട്രീറ്റിലേക്കൊക്കെ പോയി സൈഡിലൊക്കെ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകളും പബ്ബുകളും അതുപോലെ തന്നെ നമ്മളെ പബ്ബുകളിലേക്കൊക്കെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ആളുകളും ആളുകൾ വന്ന് അപ്രോച്ച് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ പബ്ബിൽ പോയി നമ്മളെ കൊണ്ടുപോകും. പൈസ എങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്യിപ്പിക്കാം എന്ന് നമുക്ക് അവർ കാണിച്ചു തരും. അത് നമ്മളെ കൊണ്ട് നല്ല രീതിയിൽ പൈസ സ്പെൻഡ് ചെയ്യിപ്പിക്കും. ഡ്രിങ്ക്സൊക്കെ നമ്മൾ ഇന്ത്യയിലൊക്കെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം ചീപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള കൺട്രീസിനേക്കാളൊക്കെ ചീപ്പാണ് ഡ്രിങ്ക്സൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴിയിലൂടെ മസാജ് പാർലറുകൾ ഇഷ്ടം പോലെ, നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള മസാജുകളും അതുപോലെ തന്നെ പ്രൊഫഷണൽ അല്ലാത്ത മസാജുകളും, ഇവരൊക്കെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ആകർഷിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവർ നിൽക്കുക. അപ്പോൾ നമ്മളെ അവർ ക്യാൻവാസ് ചെയ്യും, നമുക്ക് ഓഫറുകൾ തരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ട് പോയി മസാജിങ്ങിനും അതുപോലെ തന്നെ പബ്ബിലേക്ക് ഡ്രിങ്ക്സ് കഴിക്കാനും അതുപോലെ തന്നെ കുറേ ഷോസും പറഞ്ഞ പോലെ പാർട്ടീസൊക്കെ ഉണ്ട്, അതിന് വേണ്ടിയിട്ടൊക്കെ ക്ഷണിക്കാനൊക്കെ ആയിട്ട് അവർ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങൾ അതിന് കാണാൻ പറ്റും. അപ്പോൾ പട്ടോങ് ബീച്ചിൻ്റെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര കളർഫുള്ളാണ്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ നടന്ന് കണ്ടു, കുറച്ച് ഫുഡ് എക്സ്പ്ലോർ ചെയ്തു. ഫുഡ് എന്ന് പറയുമ്പോൾ അവിടുത്തെ നൈറ്റ് മാർക്കറ്റുകളിലൊക്കെ കിട്ടാത്തതായിട്ട് ഒരു സാധനങ്ങളും ഇല്ല. അതായത് സീ ഫുഡിൻ്റെ അതായത് ഒരു ഐലൻഡ് ആയതുകൊണ്ട് സീ ഫുഡ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മുതല, അതുപോലെ തന്നെ ഓയിസ്റ്റേഴ്സ്, ലോബ്സ്റ്റേഴ്സ്, അങ്ങനെ ഒത്തിരിയേറെ വിഭവങ്ങളുണ്ട്. നമുക്ക് ട്രൈ ചെയ്യാം, നമുക്ക് എന്ത് വേണമെങ്കിലും ട്രൈ ചെയ്യാം. ലോക്കൽ സ്ട്രീറ്റ് ഫുഡ് മേടിക്കുകയാണെങ്കിൽ നല്ല ചീപ്പാണ്. 100-150 ബാത്ത്, 300 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടും. തായ്ലൻഡിലെ ബാങ്കോക്കിനെയും പട്ടായയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എക്സ്പെൻസീവാണ്. അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഹോട്ടലിൽ പോയിട്ട് ഞാൻ പോകുന്നത് ഫിഫി ഐലൻഡ്സിലേക്കാണ്. ഫിഫി ഐലൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളിൽ ഉൾപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ഫിഫി ഐലൻഡ്സ് എന്ന് പറയുന്നത്. അതായത് കടലിന് നടുക്കൊരു വലിയ മല ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു. അതുപോലെ തന്നെ ഈ മലയുടെ ചുറ്റും അല്ലെങ്കിൽ മലയുടെ നടുക്ക് മായാബേ എന്നൊക്കെ പറഞ്ഞ മനോഹരമായിട്ടുള്ള വെള്ളി മണൽ ബീച്ചുകളൊക്കെ ഉള്ള സ്ഥലമാണ് ഈ ഫിഫി ഐലൻഡ് സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു ലോക്കൽ ടൂർ ബുക്ക് ചെയ്തു. അവിടെ നമുക്ക് ഫുക്കറ്റിലെ പട്ടോങ് സ്ട്രീറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ലോക്കൽ ടൂറുകൾ ബുക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. നമ്മളിവിടെ ഏതെങ്കിലും ഒരു സ്ട്രീറ്റിൽ പോകുമ്പോൾ സൈഡിൽ
പെട്ടിക്കടകളൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ അവിടെ ടൂർ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ അധികം കടകളുണ്ടാവും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോവുക, ടൂർ ബുക്ക് ചെയ്യുക. അപ്പോൾ രാവിലെ നമ്മൾ ഏത് ഹോട്ടലിലാണ് താമസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വണ്ടി നമ്മളെ വന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോയി അവർ ബോട്ടിൽ കയറ്റി നമ്മുടെ ഫിഫി ഐലൻഡ്സിൽ കൊണ്ടുപോകും. നാഷണൽ പാർക്ക് ഫീസ് എന്ന് പറഞ്ഞിട്ട് ഒരു 1200 അല്ലെങ്കിൽ 2000 ബാത്ത് എടുത്തവരും വാങ്ങിക്കുന്നുണ്ട്. അപ്പം ഫിഫി ഐലൻഡ്സിലേക്ക് ഫുക്കറ്റിൽ നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂർ എങ്ങാണ്ട് ബോട്ട് യാത്രയുണ്ട്. അങ്ങനെ 2 മണിക്കൂർ ബോട്ട് യാത്ര ചെയ്ത് ഞാൻ ഫിഫി ഐലൻഡ്സിലേക്ക് എത്തിയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഐലൻഡ്. അവിടെ നമുക്ക് സ്ക്യൂബ ഡൈവിങ് ചെയ്യാം, അതുപോലെ തന്നെ സ്നോർക്കലിംഗ് ചെയ്യാം. അങ്ങനെ ഒത്തിരിയേറെ ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഷോപ്പിംഗ് കുറച്ച് വില അധികമാണ്, കാരണം അതൊരു ഒറ്റപ്പെട്ട ഐലൻഡ് ആയതുകൊണ്ട് നല്ല വിലയാണ് സാധനങ്ങൾക്കൊക്കെ. അങ്ങനെ ഞാൻ ഫിഫി ഐലൻഡ്സിലേക്ക് എത്തി. ഫിഫി ഐലൻഡ്സിൽ എനിക്ക് സ്നോർക്കൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പോയി കുറച്ച് സ്നോർക്കലിംഗ് ഒക്കെ ചെയ്തു. അവിടുത്തെ ദ്വീപ് സമൂഹങ്ങളുടെ, അതായത് ചുണ്ണാമ്പ് ലൈം സ്റ്റോണിൻ്റെ കല്ലുകളാണ്. ഓരോ മലയെന്ന് പറഞ്ഞാൽ ലൈം സ്റ്റോണിൻ്റെ മലകളാണ്. അപ്പോൾ അതിന് അടിയിൽ കൂടെ നമ്മളെ ബോട്ടിലൊക്കെ കൊണ്ടുപോകും. നമുക്ക് എന്താ പറയുക, നമുക്ക് റിവർ റാഫ്റ്റിംഗ് പോലെ നമുക്ക് ചെറിയ റബ്ബർ ബോട്ടുകളിൽ നമുക്ക് ഒരു തുഴയൊക്കെ തിന്നിട്ട് നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് അതായത് വെള്ളത്തിന് മുകളിലായിട്ട് പൊങ്ങി നിൽക്കുന്ന മലയുടെ അടിയിൽ കൂടെയൊക്കെ നമുക്ക് പോകാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ ടൂറുകളുണ്ട്. അത് നമ്മൾ പാക്കേജ് ബുക്ക് ചെയ്യുമ്പോൾ അവിടെ ലോക്കൽ പാക്കേജ് ബുക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ ചോദിക്കണം, ഇന്ന റബ്ബർ ബോട്ട് ടൂറുണ്ടോ, അല്ലെങ്കിൽ സ്നോർക്കലിങ്ങിനുള്ള ഓപ്ഷൻസ് അവർ തരുന്നുണ്ടോ, അല്ലെങ്കിൽ സ്കൂബ ഡൈവിങ്ങിനുള്ള ഓപ്ഷൻസ് തരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ അവരോട് ചോദിച്ചു മനസ്സിലാക്കണം. അപ്പോൾ അപ്പോൾ ഫിഫി ഐലൻഡ്സിൽ എനിക്ക് റബ്ബർ ബോട്ട് ടൂർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സ്നോർക്കലിംഗ് ഉണ്ടായിരുന്നു. സ്കൂബ ഡൈവിങ് എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ ചെയ്തില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഫിഫി ഐലൻഡ്സ്. പിന്നെ 2 മണിക്കൂർ എടുത്ത് തിരിച്ചു പോന്നു. ഫിഫി ഐലൻഡ്സ് മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ പട്ടോങ് ഏരിയയിൽ തന്നെ ഞാൻ കുറച്ച് എക്സ്പ്ലോർ ചെയ്തു. പിന്നെ അടുത്ത ദിവസം ഞാൻ പോയത് ജെയിംസ് ബോണ്ട് ഐലൻഡിലേക്കാണ്. ജെയിംസ് ബോണ്ട് ഐലൻഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 1971 മറ്റോ റിലീസായ ജെയിംസ് ബോണ്ട് സിനിമയിൽ അവർ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ഐലൻഡ് ഉണ്ട്. അതായത് കടലിന് നടുക്കുയർന്ന് നിൽക്കുന്ന ഒരു വലിയ പാറക്കല്ല്. ആ പാറക്കല്ലിനോട് അനുബന്ധമായിട്ട് കുറേ മലകളുണ്ട്. അപ്പോൾ അവിടെയാണ് ജെയിംസ് ബോണ്ട് സിനിമ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഏരിയ ഭയങ്കര ഫേമസ് ആയത്. അപ്പോൾ ജെയിംസ് ബോണ്ട് ഐലൻഡിലേക്ക് ഞാൻ പോവുകയാണ് പിറ്റേ ദിവസം. അപ്പോൾ പോകുമ്പോൾ ഞാനൊരു സ്പീഡ് ബോട്ടിലാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ 2 അമേരിക്കക്കാരുണ്ടായിരുന്നു. അവരുടെ പേര് ഞാൻ മറന്നുപോയി. അപ്പം ഞാനും 2 അമേരിക്കൻസും കൂടെയാണ് കമ്പനിയായിട്ട് പോയത്. അപ്പം ഞങ്ങൾ ജെയിംസ് ബോണ്ട് ഐലൻഡും അതുപോലെ തന്നെ അവിടെ കുറേ ഈ സുവനീറുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ജെയിംസ് ബോണ്ട് ഐലൻഡിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റിയ സുവനീറുകളൊക്കെ ഉണ്ടാവും. അതും പിന്നെ അവിടുത്തെ ഏതോ ഒരു ഐലൻഡിൽ ലോക്കൽ ഫുഡ് അതൊക്കെ എക്സ്പ്ലോർ ചെയ്തു. പിന്നീട് ഞാൻ പിറ്റേ ദിവസം പോയത് റയ എന്ന് പറഞ്ഞിട്ടൊരു ഐലൻഡാണ്. കോറൽ ഐലൻഡ്, റാച്ച എന്ന് പറഞ്ഞിട്ടൊരു ഐലൻഡ് ഉണ്ട്. അവിടെ പോയി. അതും വളരെ മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. സ്നോർക്കലിംഗ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. അതുപോലെ തന്നെ ഫുക്കറ്റിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബുദ്ധ എന്ന് പറഞ്ഞിട്ടൊരു ടെമ്പിൾ ഉണ്ട്. അതായത് സ്ത്രീ ബുദ്ധൻ്റെ വലിയൊരു സ്റ്റാച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മളൊരു 10, 12, 15 നില കെട്ടിടത്തിൻ്റെ അത്രയും പൊക്കമുള്ളൊരു വലിയ സ്റ്റാച്ചു ഉണ്ട്. ആ ഒരു സ്റ്റാച്ചു ആണ് ആ ഒരു ഏരിയയുടെ മൊത്തത്തിലുള്ള അട്രാക്ഷൻ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തെ ടൂറായിരുന്നു. അത് എലഫൻറ്റ് സഫാരി ഉണ്ടായിരുന്നു. എലഫൻറ്റ് സഫാരി, അതുപോലെ തന്നെ ബിഗ് ബുദ്ധ ടെമ്പിൾ ടൂറ്, അത് ഒരു ദിവസം. അപ്പോൾ ആ ബിഗ് ബുദ്ധ ടെമ്പിളിൽ പോയിട്ട് അവിടെ ഉള്ള എന്താ പറയുക, കുറേ സന്യാസിമാരുണ്ട്. അവരുടെ അടുത്ത് പോയി നമുക്ക് സംസാരിക്കാം. അവിടെ ഒരു ടെമ്പിളുണ്ട്. ഈ ബുദ്ധൻ്റെ എന്തോ അവശിഷ്ടമൊക്കെ സൂക്ഷിച്ചൊരു ടെമ്പിളുണ്ട്. അതിൻ്റെ പേര് എനിക്ക് ചലോങ് ടെമ്പിൾ എന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ആ ടെമ്പിളിലൊക്കെ പോയി അതുപോലെ തന്നെ ബിഗ് ബുദ്ധ സ്റ്റാച്ചു ഒക്കെ കണ്ടു. അപ്പോൾ ഈ വലിയൊരു കുന്നിൻ്റെ മുകളിലാണ് ഈ ബിഗ് ബുദ്ധ സ്റ്റാച്ചു ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ പോയിട്ട് വലിയൊരു സ്റ്റീപ്പായിട്ടുള്ളൊരു കുന്ന് കയറി വേണം ഈ ബിഗ് ബുദ്ധ ടെമ്പിളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതായത് ബുദ്ധൻ്റെ വലിയൊരു സ്റ്റാച്ചുവിനെ ചുറ്റിപ്പറ്റി മലകൾ, അതിന് തൊട്ട് താഴെയായിട്ട് വലിയൊരു എന്താ പറയുക വെള്ള മണലിൻ്റെ ഒരു ബീച്ച്. ഇതാണ് ആ ബിഗ് ബുദ്ധ ടെമ്പിളിൻ്റെ ഏരിയയിലുള്ള സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ അവിടെ ഒരു നമ്മൾ ബാങ്കോക്കിൽ പട്ടായയിലൊക്കെ കാണുന്ന പോലെ ടൈഗർ പാർക്കുണ്ട്. ഈ ടൈഗർ പാർക്കിലൊക്കെ പോയിട്ട് നമുക്ക് ടൈഗറിനെയൊക്കെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് പറഞ്ഞ പോലെ നമുക്ക് തായ്ലൻഡിൻ്റെ ഏത് പാർട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ ടൈഗർ പാർക്കുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എലഫൻറ്റ് സഫാരി സെൻറ്റേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ എൻ്റെ 6 ദിവസത്തെ ഫുക്കറ്റ് യാത്ര അവിടെ അവസാനം. ഇനി അങ്ങനെ ഫുക്കറ്റിലേക്ക് പോയിട്ട് ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് പോകാം എന്നുള്ളത്, ഞാൻ പോയ സ്ഥലങ്ങൾ: 1 ഫിഫി ഐലൻഡ്സ്, അതുപോലെ തന്നെ ജെയിംസ് ബോണ്ട് ഐലൻഡ്, റയ ഐലൻഡ്, ബിഗ് ബുദ്ധ ടെമ്പിൾ, ചലോങ് ടെമ്പിൾ, അതുപോലെ തന്നെ ഫുക്കറ്റിൻ്റെ ഓൾഡ് മാർക്കറ്റ്. അതായത് ഓൾഡ് ഫുക്കറ്റ് ടൗൺ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് പഴയ ടൗൺ. അവിടെ പഴയ ക്ലാസിക്കലായിട്ടുള്ള നിർമ്മിതി, ഫ്രഞ്ച് കൈൻഡ് ഓഫ്
ആർക്കിടെക്ചറിലുള്ള ബിൽഡിങ്സ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നൈറ്റ് ലൈഫ് ഭയങ്കര അടിപൊളിയാണ്. ലൈറ്റുകളും ഈ പറഞ്ഞ പോലെ ഫുഡ് സ്ട്രീറ്റുകളും ഒക്കെ നിറഞ്ഞ നല്ല തെരുവുകൾ. അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഇത്രയും സ്ഥലങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഫുക്കറ്റിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. എൻ്റെ മനോഹരമായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു 2023. 2024 ഒക്ടോബറിൽ ഞാൻ വീണ്ടും ഫുക്കറ്റിലേക്ക് പോയി. വേറെ കുറച്ച് ഐലൻഡ്സിലേക്കൊക്കെ ട്രാവൽ ചെയ്തു. രണ്ടാമത് പോയപ്പം എനിക്ക് പറ്റിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ പോയത് ഒക്ടോബർ മാസത്തിലായിരുന്നു. ഒക്ടോബർ മാസം നല്ല മഴയായിരുന്നു. അതുകൊണ്ട് ഞാനൊരു ഹോസ്റ്റൽ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. അവിടെ 3-4 ദിവസം ഉണ്ടായിരുന്നു. അതിൽ 3 ദിവസവും ഞാൻ മഴയത്ത് ഹോസ്റ്റലിൽ ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നു. ഇടയ്ക്ക് പുറത്തൊക്കെ പോയി ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്തു. അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ രണ്ടാമത് പോയ ഫുക്കറ്റ് യാത്രയിൽ. അപ്പോൾ ഫുക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ തായ്ലൻഡിലേക്ക് പോവുകയാണെങ്കിൽ എനിക്കൊന്നൊരു നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ വരെ. ജൂണിൽ മഴക്കാലം തുടങ്ങും. ജൂൺ ടു ഒക്ടോബർ മഴക്കാലമായിരിക്കും. അപ്പം ഇത്രയും ഒരു നവംബർ ടു ഏപ്രിൽ സമയത്ത് പോവുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് തായ്ലൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. തായ്ലൻഡിൽ ഏത് പാട്ടും, അതായത് തായ്ലൻഡിലെ നോർത്തേൺ പാർട്ടിലൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഞാൻ പോയത് ഫുക്കറ്റാണ്. ഫുക്കറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ, ബട്ട് ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. കുറച്ച് എക്സ്പെൻസീവാണ് ബാക്കിയുള്ള സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഒരു ഫുക്കറ്റ് യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് ഉണ്ട്. കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട് ഫുക്കറ്റിലേക്ക്. അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്നും ഫുക്കറ്റിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട്. ഈ ഫുക്കറ്റിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ് ക്രാബി എന്ന് പറയുന്നത്. ക്രാബിയിലേക്ക് 7,000 രൂപയുള്ളൂ. അതായത് 14,000 രൂപ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ 14,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ നിന്ന് പോയിട്ട് വരാം. കൊച്ചിയിൽ നിന്നും ഏകദേശം ഒരു നേരത്തെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ 22,000 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ഫുക്കറ്റിൽ പോയിട്ട് വരാൻ പറ്റും. അതാണ് ഫ്ലൈറ്റ് ടിക്കറ്റ്. ഇപ്പോൾ 2025 പോവുകയാണെങ്കിൽ ഒരു ഓൺ ടൈം അറൈവൽ പാസോ അങ്ങനെ എന്തോ എടുത്തിട്ട് വേണം തായ്ലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ രാവിലെ ഇവിടെ മറൈൻ ഡ്രൈവിൽ ഇരിക്കുകയാണ്. മറൈൻ ഡ്രൈവിൽ ഇവിടെ നിന്ന് വെച്ചിട്ട് കഥ പറയണം. അപ്പം ഇതിൽ പോകുന്ന ആളുകളൊക്കെ നോക്കും, ദൈവം ഇവനെന്ത് തേങ്ങാടി പറയണേ, ഇവനെന്താണ് പറയണേ, ഇവൻ ബ്ലോഗറാണോ? ഞാൻ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നും വ്ളോഗറൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ ക്യാമറയൊക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനൊരു മടി. അപ്പം ആളുകളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇതിലെ കുറേ ബോട്ടുകളൊക്കെ പോകുന്നുണ്ട്. അതായത് ബോട്ട് ടൂറുകളൊക്കെ നടത്തുന്ന സ്ഥലമാണ്. ആളുകൾ ഇതിലേക്ക് പാസ് ചെയ്ത് പോകുന്നു. കുറേ ആളുകളെ നോക്കുന്നുണ്ട്. അപ്പം ഇനി അടുത്തൊരു യാത്രയുടെ വിശേഷമായിട്ട് കഥ പറയാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.